പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി, ആദ്യം മുതൽ എന്നേക്ക് തന്നെ ആമേൻ. ഇന്ന് ജൂലൈ 10 വെള്ളിയാഴ്ച. 2 ശമൂവേൽ 7-ാം അധ്യായം 22-ാമത്തെ വാക്യം. അതുകൊണ്ട് കർത്താവായ യഹോവേ, നീ വലിയവനാകുന്നു, നിന്നെപ്പോലെ ഒരുത്തനുമില്ല. ഞങ്ങൾ സ്വന്തം ചെവി കൊണ്ട് കേട്ടതൊക്കെയും ഓർത്താൽ നീയല്ലാതെ ഒരു ദൈവവും ഇല്ല. ജീവിതത്തിൽ ചില നിമിഷങ്ങളുണ്ട്, വാക്കുകൾ മൗനമാകുന്ന നിമിഷങ്ങൾ, കണ്ണുകൾ നിറയുന്ന നിമിഷങ്ങൾ, ഹൃദയം ആരാധനയായി ഉരുകുന്ന നിമിഷങ്ങൾ. അത്തരമൊരു നിമിഷത്തിലാണ് ദാവീദ് ഈ വാക്കുകൾ പറയുന്നത്: കർത്താവേ, നിനക്ക് തുല്യൻ ആരുമില്ല. ഇത് വെറുമൊരു സ്തുതിവാക്യമല്ല, അനുഭവങ്ങളുടെ അഗ്നിയിലൂടെ കടന്നുപോയ ഒരു മനുഷ്യന്റെ വിശ്വാസ പ്രഖ്യാപനമാണ്. ആട്ടിടയന്റെ വടിയിൽ നിന്ന് രാജാധികാരത്തിലേക്കുള്ളതായ യാത്ര ദാവീദ് സ്വന്തം ശക്തി കൊണ്ട് നേടിയതല്ല. സിംഹത്തിന്റെ വായിൽ ദൈവം അവനെ രക്ഷിച്ചു. ഗോലിയാത്തിന്റെ മുൻപിൽ അവന്റെ കയ്യിലെ കവണയെ വിജയത്തിന്റെ ആയുധമാക്കി. ശൗലിന്റെ കുന്തങ്ങളിൽ നിന്ന് അവനെ മറച്ചു പിടിച്ചു. കണ്ണുനീരിന്റെ താഴ്വരകളിലൂടെ നടത്തിയും വാഗ്ദത്തത്തിന്റെ കൊടുമുടിയിലെത്തിച്ചും ദൈവം അവനെ കൈപിടിച്ച് നടത്തി. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്: കർത്താവേ, നിന്നെ പോലെ ആരുമില്ല. നമ്മുടെ ജീവിതവും അങ്ങനെ തന്നെയല്ലേ? നാം ഇന്ന് എവിടെ എത്തിയിരിക്കുന്നു എന്നത് നമ്മുടെ ബുദ്ധിയുടെ മഹത്വമല്ല, ദൈവത്തിൻ്റെ കരുണയുടെ അടയാളമാണ്. നാം ഇന്ന് നിലനിൽക്കുന്നത് നമ്മുടെ ശക്തി കൊണ്ടല്ല, ദൈവത്തിൻ്റെ വിശ്വസ്തത കൊണ്ടാണ്. വീണു പോകേണ്ടടുത്ത് അവിടുന്ന് നമ്മെ ചേർത്ത് പിടിച്ചു. കരഞ്ഞ രാത്രികളിൽ പ്രത്യാശയുടെ നക്ഷത്രങ്ങൾ തെളിയിച്ചത് അവിടുന്ന്. ഈ അനുഭവങ്ങളെ ഓർക്കുന്ന ഹൃദയത്തിന് ഒരേ ഒരു ഗാനം മാത്രമേ പാടാനാകൂ: ദൈവമേ, നിനക്ക് തുല്യൻ ആരുമില്ല. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അനേകം ചെറിയ ദൈവങ്ങൾ കടന്നു വരാൻ ശ്രമിക്കുന്നുണ്ട്. പണം, പ്രശസ്തി, സ്ഥാനമാനങ്ങൾ, സാങ്കേതിക വിദ്യ, മനുഷ്യബന്ധങ്ങൾ, ഇവയെല്ലാം അനുഗ്രഹങ്ങളാണ്. എന്നാൽ അവ ദൈവത്തിൻ്റെ സ്ഥാനത്ത് കയറുമ്പോൾ അവ വിഗ്രഹങ്ങളായി മാറും. നമ്മുടെ ഹൃദയത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കേണ്ടത് ഒരുവൻ മാത്രം, ജീവനുള്ള ദൈവം മാത്രം. കാരണം ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും മാറുന്നില്ല. അവിടുത്തെ വാഗ്ദാനങ്ങൾ ഒരിക്കലും പരാജയപ്പെടുന്നില്ല. അവിടുത്തെ കരുണ ഒരിക്കലും വറ്റിപ്പോകുന്നില്ല. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്: നീയല്ലാതെ ഒരു ദൈവവും ഇല്ല. ഇന്ന് നമുക്ക് ദാവീദിനെ പോലെ സാക്ഷ്യം പറയാം: കർത്താവേ, എൻ്റെ ജീവിതത്തിലെ ഓരോ അധ്യായവും നിന്റെ കരുണയാണ് എഴുതിയത്. എൻ്റെ കണ്ണീരിനെ നീ പ്രാർത്ഥനയാക്കി, എൻ്റെ മുറിവുകളെ നീ സാക്ഷ്യമാക്കി, എൻ്റെ ബലഹീനതകളെ നീ ശക്തിയാക്കി. അതുകൊണ്ട് നിനക്ക് തുല്യൻ ആരുമില്ല. ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കുന്ന ഓരോ ദിവസവും നമ്മുടെ ജീവിതം ഒരു പുതിയ സ്തുതിഗീതമായി മാറട്ടെ. പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ കർത്താവേ, നിനക്ക് തുല്യൻ ആരുമില്ലെന്ന് ഞങ്ങളുടെ ഹൃദയം ഏറ്റുപറയുന്നു. ഓരോ ദിവസവും നിന്നെ കൂടുതൽ അറിയുവാൻ, നിന്നിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളുടെ ജീവിതം നിന്റെ മഹത്വത്തിന് സാക്ഷിയായി മാറ്റണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.